ഒരു അമേരിക്കൻ വൈമാനികയും എഴുത്തുകാരിയുമായിരുന്നു അമീലിയ മേരി എയർഹാർട്ട്. തനിച്ച് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന ആദ്യ വനിതാ പൈലറ്റ് അമീലിയയാണ്. ഈ നേട്ടത്തെ തുടർന്ന് ഇവർക്ക് US ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്ലൈയിങ് ക്രോസ് എന്ന ബഹുമതി ലഭിച്ചു. ഏവിയേഷൻ മേഖലയിൽ ഒട്ടനവധി റെക്കോർഡുകൾ സ്ഥാപിച്ചു. തന്റെ വൈമാനിക അനുഭവങ്ങളെ കുറിച്ച് അമീലിയ രചിച്ച പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലറുകളായി. ദി 99s എന്ന വനിതാ പൈലറ്റുമാരുടെ സംഘടന രൂപീകരിക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ചു. നാഷണൽ വിമൻസ് പാർട്ടിയിൽ അംഗമായിരുന്ന അമീലിയ വനിതകൾക്ക് തുല്യാവകാശം ഉറപ്പു നൽകുന്ന ഈക്വൽ റൈറ്റ്സ് അമെൻഡ്മെന്റ് എന്ന ഭരണഘടനാ ഭേദഗതിയുടെ ആദ്യ വക്താക്കളിലൊരാളുകൂടി ആയിരുന്നു. ഏറ്റവും ഉയരത്തിൽ പറന്ന വനിത. ഓട്ടോജൈറോ പറത്തിയ ആദ്യ വനിതേറ്റവും വേഗത്തിൽ പറന്ന വനിത. വിമാനത്തിൽ ആദ്യമായി അറ്റ്ലാന്റിക്കിനു കുറുകെ യാത്ര ചെയ്ത വനിത. തനിയെ നിർത്താതെ അമേരിക്കൻ ഐക്യനാടുകൾക്ക് കുറുകെ പറന്ന ആദ്യ വനിത തുടങ്ങി ഒട്ടേറെ റെക്കോർഡുകൾ ഇവർ നേടി. 1897 ജൂലൈ 24 അമേരിക്കയിലെ കൻസാസിലുള്ള അച്ചിസൺ എന്ന സ്ഥലത്താണ് അമീലിയ ജനിച്ചത്. സാമുവൽ എയർഹാർട്ടും അമേലിയയുമായിരുന്നു മാതാപിതാക്കൾ. വീട്ടിലിരുന്നു വിദ്യ അഭ്യസിക്കുക എന്ന രീതിയായിരുന്നു അമേലിയയും സഹോദരിക്കും ലഭിച്ചത്. വീട്ടിൽ തന്നെയുള്ള ബൃഹത് ലൈബ്രറിയിൽ അമേലിയ ദീർഘനേരം വായനക്കായി ചിലവഴിക്കുമായിരുന്നു. 1909 ആണു അമേലിയക്ക് സാമ്പ്രദായിക രീതിയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചു തുടങ്ങിയത്. ലോകം ചുറ്റിപ്പറക്കുന്ന ആദ്യ വനിതാ വൈമാനികയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് അമീലിയ 1937 ലോക്ക്ഹീഡ് മോഡൽ 10 ഇലക്ട്ര എന്ന വിമാനത്തിൽ ഫ്രെഡ് നൂനാൻ എന്ന വഴികാട്ടിയോടൊപ്പം യാത്ര തിരിച്ചത്. എന്നാൽ ലക്ഷ്യം നേടാൻ 7000 മൈലുകൾ ബാക്കി നിൽക്കെ പസഫിക് സമുദ്രത്തിനു മുകളിൽ വച്ച് ഇവർ അപ്രത്യക്ഷരായി. ഇവർക്ക് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇന്നുവരെ വ്യക്തമല്ല. പ്രധാനമായും 3 വാദഗതികളാണുള്ളത്. 1. പസഫിക് സമുദ്രത്തിനു മുകളിൽ വച്ച് വിമാനം തകർന്ന് ഇരുവരും കൊല്ലപ്പെട്ടു. 2. ഇന്ധനം തീർന്ന വിമാനം ഗാർഡനർ എന്ന ഒറ്റപ്പെട്ട ദ്വീപിൽ ഇറക്കിയെങ്കിലും പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ പിന്നീട് മരണപ്പെട്ടു. 3. ഇരുവരും ജാപ്പനീസ് സേനയുടെ പിടിയിലായി. പിന്നീട് തടവിൽ മരിച്ചു.